ഫ്രണ്ട്സ് ടൂർ ഇട്ടിപ്പാ. മിയ പറയുന്നു ഞാൻ പഠിക്കൂ എന്ന് പറയുന്നു. അയ്യോ ക്യൂട്ട് എന്ന് പറഞ്ഞു കൊഞ്ചു തുടങ്ങിയത്. യഥാർത്ഥ ആറം വരായിരുന്നു. ആറമ്മക്ക് ഷാക്ക്, ഷുഗർക്ക് ഷാക്ക്. എന്താണ് അവിടെ നടക്കുന്നത്? ആറമ്മ ഷാക്കായിട്ട് നോക്കുമായിരുന്നു. 2 ദിവസം പറഞ്ഞു ഒരു ഗേൾ ക്യൂട്ട് ചക്കര കുട്ടിയത് കൊച്ചിട്ടാണ്. ആറമ്മ കൺഫ്യൂസ്. ഷുഗർ എന്താ അങ്ങോട്ട് നോക്കടാ എന്ന് പറയുന്നു. ആ 6 വർഷം 2 വർഷം ആക്കായിട്ട് നോക്കുമായിരുന്നു. ശരി എന്തോ നടക്കട്ടെ പോട്ടെ എന്ന് പറഞ്ഞു അവർ പോയായിരുന്നു. ഫ്രണ്ട്സിന് അങ്ങനെ പറയായിരുന്നു. അങ്ങനെ ചിന്നിൻ്റെ ക്ലാസ് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ആറം വന്നായിരുന്നു. ആറമ്മിൻ്റെ പ്രേഡാണ്. ആറം വന്നായിരുന്നു. ആറം മാത്സ് പ്രൊഫസറാണ്. ജിന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പ്രൊഫസറാണ്. അങ്ങനെ ആയിട്ട് പഠിപ്പിച്ചിട്ട് പോയായിരുന്നു. അപ്പോൾ ആറം മാത്സ് പ്രൊഫസർ, ജിന്ന് ഇംഗ്ലീഷ് പ്രൊഫസർ, ഷുഗർ പ്രൊഫസർ പറഞ്ഞ സയൻസ് പ്രൊഫസറാണ്. ഷുഗർ വന്നായിരുന്നു. ഷുഗർ വന്ന് ക്ലാസ് എടുക്കുമായിരുന്നു. ഹീറോയ്ക്ക് തുരുമുറുക്കായിരുന്നു. ജിന്നു അല്ല ഷുഗർ സയൻസ് പ്രൊഫസർ. ഹീറോയ്ക്ക് മനസ്സിലായില്ലേ. അപ്പോൾ ഷുഗർ ഹീറോയിനെ കണ്ടിട്ട് ഇതാ ക്യൂട്ട് ഗേൾ അല്ലേ എന്ന് ഷുഗർ പഠിപ്പിച്ച് കൊടുക്കായിരുന്നു. ഓക്കെ എന്ന് പറയായിരുന്നു. അങ്ങനെ 3 പേര് ഹീറോയിനെ ശ്രദ്ധിച്ച് നോക്കും. ഹീറോയിൻ ചൈൽഡ്സ് ഗേൾ എന്ന് അവർക്ക് ചൈൽഡ്സ് എന്ന് കണ്ടുപിടിച്ചായിരുന്നു. ഇത് പറഞ്ഞ് ബാക്കി ബസ് പറയായിരുന്നു. ബാക്കി മെമ്പേഴ്സ്ക്ക് ഇവർക്ക് കാണണമല്ലോ എന്ന് അവർക്ക് തോന്നാൻ തുടങ്ങിയായിരുന്നു. അപ്പോൾ ആറമ്മരോട് ജിമ്മിന് പറയായിരുന്നു. ജംഗിൾ പറയായിരുന്നു നിങ്ങളെ ക്ലാസ്സിൽ ഞങ്ങൾ 3 പേർ നോക്കിക്കോളാം എന്ന് പറയുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒരു ടെൻഷനാണ്. ഇല്ല എനിക്ക് നോക്കണമായിരുന്നു. ആറമ്മിനെ ഷുഗറിനെ ജിന്നിന് ഭയങ്കര ടോർച്ചർ. സരിക്കല്ല ജിമ്മിൻ പോടാ അതിൻ്റെ അവർ പറയായിരുന്നു. 3 പേർ ഈ ഒരു ക്ലാസ് വന്നായിരുന്നു. അതെ ഇല്ല അങ്ങനെയായിട്ട് വന്നായിരുന്നു 3 പേർ. അങ്ങനെയായിട്ട് ക്ലാസ്സിൽ വന്നായിരുന്നു. ഫസ്റ്റ് ജിന്നിൻ്റെ പേര് ജിമ്മിന് വന്നായിരുന്നു. ജിമ്മിന് നോക്കായിരുന്നു. ഹീറോയിനെ നോക്കിയിട്ട് മൊത്തത്തിൽ ഫ്ലാറ്റായി പോയി. അയ്യോ ക്യൂട്ട് ജിമ്മിന് മൊത്തത്തിൽ ഫ്ലാറ്റായിരുന്നു. അപ്പം ഇവളെ പേരായത് എന്ന് ക്യൂട്ടായിട്ട് പറയായിരുന്നു. അതിൻ്റെ ഹീറോയിൻ്റെ ഡ്രസ്സ് ഹീറോയിനറിയാം ക്യൂട്ടായിട്ട് എപ്പോഴൊക്കെ ഹീറോയിൻ ഫോട്ടോ മതി തല കെട്ടു അത് പറയായിരുന്നു. അതുകൊണ്ട് ഇപ്പം ജിമ്മിനൊക്കെ ഹീറോയിനെ ഒറ്റ നോട്ടത്തിൽ ഇഷ്ടപ്പെട്ടു പോയായിരുന്നു ജിമ്മിനൊക്കെ. അതുപോലെ വി നോക്കി വി ഫ്ലാറ്റ്, ചങ്കു ഫ്ലാറ്റ് എല്ലാം ഫ്ലാറ്റായി പോയായിരുന്നു. ഓക്കെ ഇപ്പം അതെ അങ്ങനെ മൊത്തം ഫ്ലാറ്റായിരുന്നു 3 പേർക്ക്. ജയഹോപ്പ് വന്ന് കേൾക്കായിരുന്നു. എന്താടാ പറ്റി? ഒന്നുമില്ല പറയുന്നു. അപ്പം മിയ പറയായിരുന്നു ഹീറോയിൻ്റെ ഫ്രണ്ട് പറയായിരുന്നു. എടി മിയ പറയുന്നു നിങ്ങൾ പോകുന്ന കൊടുക്കാം. ഇല്ലടി ഞങ്ങൾക്ക് 2 പേര് ഡാൻസ് ക്ലാസ് ഉണ്ട് ഞങ്ങൾ പോവാം എന്ന് പറയുന്നത്. അവിടെ ജിയഹോപ്പ് ഡാൻസ് കളിക്കുക. 2 ദിവസം ജിയഹോപ്പിന് സൈറ്റ് അടിക്കായിരുന്നു. എന്താടി നോക്കുന്നത്? ജിയഹോപ്പ് സാർ ഡാൻസ് കളിക്കാം. ജിയഹോപ്പ് എസ്കിമി സാർ പറയുമ്പോൾ ജിയഹോപ്പ് യഥാർത്ഥം നോക്കുമ്പോൾ തല ഡിസൈൻ പറയുമ്പോൾ അപ്പം ഈ ഗേള് അതെ എന്ന് പറഞ്ഞ് അപ്പം ജിയഹോപ്പോട് ജിമ്മിനുണ്ട്. ജിമ്മിന് വായ് വളക്കുമ്പോൾ മനസ്സിലായി ജിമ്മിന് വായ് വളക്കുന്നുണ്ട് അപ്പം ഈ ഗേളെന്ന്. അപ്പം ജിമ്മിനെ പിടിച്ച് കേൾക്കുമ്പോൾ ജിമ്മിന് പറഞ്ഞായിരുന്നു ശരി ഓക്കെ. ജിയഹോപ്പ് ഹീറോയിനെ കണ്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. ഡേയ്സ് തുടങ്ങിയായിരുന്നു. 7 പേർക്ക് ഹീറോയിൻ നല്ല ലവ് വന്നായിരുന്നു. ഹീറോയ്ക്ക് ഒന്നുമില്ല പാവം. അങ്ങനെ അതെ നമുക്ക് ഇപ്പം നോക്കാം നമ്മളെ വില്ലൻ ക്യാരക്ടർ സീനിയർക്ക് ഹീറോയിനെ കണ്ടവന് ഇഷ്ടപ്പെട്ടു. ആ സീനിയർ ലവ് ടോർച്ചർ ചെയ്യാൻ എന്നെ ലവ് ചെയ്യും ഹീറോയിനെ കണ്ട സീനിയർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. സീനിയർ ജാക്സൺ ഹീറോയ്ക്ക് ലവ് പ്രൊപ്പോസ് അത് പേടിച്ചിട്ട് പോയായിരുന്നു. ജാക്സനെ കാണുമ്പോൾ ഹീറോയ്ക്ക് ഭയങ്കര പേടിയാണ് ജാക്സൺ എപ്പോഴും ലവ് ടോർച്ചർ. എൻ്റെ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഇത് PTS മെമ്പർ കേട്ടായിരുന്നു. PTS മെമ്പർ ജാക്സനെ കുറിച്ച് മൊത്തം അവർക്ക് അറിയും. PTS മെമ്പേഴ്സ്ക്ക് അവർക്ക് ശരി ഇവിടെ വിട്ടാൽ ശരിയാണ്. ജാക്സൺ ഫ്രണ്ട്സിനോട് സംസാരിക്കുന്നത് ഈ PTS മെമ്പർ ജിമ്മിന് കേട്ടായിരുന്നു. ജിമ്മിന് എന്താ സൗണ്ട് വയ്ക്കുന്നത്? ജിമ്മിന് വന്ന് കേൾക്കായിരുന്നു. ജാക്സൺ പറയായിരുന്നു ഇല്ലപ്പാ എൻ്റെ കോളേജ് കഴിയാനായി. ഞാനിപ്പോൾ വീട്ടിൽ പോയിട്ട് എൻ്റെ വീട്ടിൽ പോയിട്ട് പെണ്ണ് ചോദിക്കാൻ പോകുന്നത് മാരേജ് കഴിക്കാൻ പോകുന്നത് ജാക്സന് പറയായിരുന്നു. ഇല്ലപ്പാ ഇപ്പൊന്നുമില്ല എനിക്ക് ജോബ് കിട്ടിയാൽ പിന്നെ ഞാൻ സെറ്റിലായതിന് മാരേജ് കഴിക്കുന്നത് ജാക്സന് പറയായിരുന്നു. എൻ്റെ അമ്മ പറഞ്ഞു ശരി ഓക്കെ ഞാൻ അവിടേക്ക് പോകുന്നതെന്ന് പറഞ്ഞു ജാക്സൺ. ഇത് കേട്ടോ PTS മെമ്പറോട് പറയണമെന്ന് ജിമ്മിനിക്ക് എല്ലാം കേട്ട് ജിമ്മിന് അവന് പറഞ്ഞതെല്ലാം കേട്ട് ജിമ്മിന് പോയി ഉപ്പാനോട് പോയിട്ട് ഹാങ് എന്ന് പറയുന്നത്. ഷുഗർ അവിടെ ഉറങ്ങിയായിരുന്നു. എന്താടാ ഉറക്കത്തിൽ എടുത്തതെന്ന് പറയായിരുന്നു. നടന്ന കാര്യം അവരോട് പറയുന്നത്. അപ്പം ഇത് വെച്ച ശരിയാവില്ല എന്നാൽ അവർ ഓർത്തത് അവർ മമ്മിയോട് ഡാഡിയോട് പറയുന്നത്. അവർക്ക് മമ്മിക്ക് ഡാഡിക്ക് ഷാക്ക് എന്താടാ ഒരു മർമോൾ പറഞ്ഞാൽ നിങ്ങൾക്ക് 7 പേർക്ക് ഓർന്ന് മർമോൾ പറഞ്ഞാൽ നിങ്ങൾ എന്താടാ ഒരു പെണ്ണിന് പറയായിരുന്നു. ജിമ്മിന് മുറുക്കായിരുന്നു. മമ്മീനെ ചങ്കുക്ക് മുറുക്കായിരുന്നു. ഇതിട്ട് മമ്മിക്ക് ടെൻഷനായി ഇവർ വെച്ച് ശരിയാക്കുമല്ലേ എന്നെ
ടോർച്ചർ ആക്കുമല്ലോപ്പാ എന്ന് പറഞ്ഞ മമ്മിക്ക് പേടിയായി. ശരി രണ്ടുപേരും കുർത്തകട് ജാസ്തി സഹിക്കാൻ കഴിയില്ലാണ്ട് മമ്മി സമ്മതിച്ചായിരുന്നു. ശരിടാ ഡാഡിയോട് പറയായിരുന്നു. ഡാഡിയോട് പറയായിരുന്നു. ഡാഡി ഷുഗർ മുറിക്കുന്ന ഡാഡിക്ക് പേടിയായിരുന്നു. ആഹാ ഇവർക്ക് കോൾഡ് അല്ലപ്പാ. ശരിപ്പാ ആറമ്മ ഇങ്ങോട്ടേ രസം യോ ഡാഡി ഫ്ലാഷ് ബാക്ക് ആറമ്മന് ഓർക്കായിരുന്നു. ആറമ്മ ഡാഡി ആശ്വാസത്തിൽ ഒരു പറഞ്ഞ ഒരു സ്ഥലം കൊണ്ടുവന്നത് നല്ല ബലം എന്ന് പറഞ്ഞാൽ ആശ്വാസത്തിൽ കൊണ്ടുവന്ന് വെച്ചായിരുന്നു. അതിനോട് ആറും ടെൻഷനായിട്ട് ഇഷ്ടം എന്തോ കൊടുക്കാതെ അർത്ഥത്തിൽ ഡാഡി എനിക്ക് അത് വേണം കൊടുക്കാതെ അർത്ഥത്തിൽ അതിന് ഓടിച്ചേർന്ന് അത് മതി ഞാൻ ആക്കിയ ആശ്വാസം എടുത്ത് വെച്ച എൻ്റെ സ്ഥലത്തിന് എൻ്റെ എല്ലാത്തിനും അവൻ ഓടിക്കുവാണല്ലോ. ഞാൻ പൊക്കേഷൻ വെച്ചതെല്ലാം ഓടിക്കുവാണല്ലോ. ഇവനക്ക് ഓൾറെഡി അറിയുമല്ലോ ഇത് വെട്ട്. അപ്പോൾ ആറും പറയായിരുന്നു ഡാഡി വെച്ചതെല്ലാം ഞാൻ വേണ്ട ഞാൻ എനിക്ക് വേറെ ചേച്ചി തരാം വിട്ടാറാം വിടാൻ. അച്ഛനക്ക് അറിയായിരുന്നു. വീഡിയോസ് ഭയങ്കര ഹാപ്പിയായിരുന്നു. അങ്ങനെ 7 പേർ വന്നിട്ട് ആരാ പെണ്ണ് എന്ന് പോയിട്ട് നോക്കുമ്പോൾ ഇത് കേട്ട് ഷാക്ക്. വേറെ ആരുമില്ല. ആറമ്മിൻ്റെ ഡാഡിക്ക് മമ്മിക്ക് ഷാക്ക്. എന്താ ഇവൻ്റെതാ എന്ന് പറഞ്ഞത് എൻ്റെ ഷാക്കായിരുന്നു. ഇവളതാ എൻ്റെ പേർക്ക് ഷാക്ക്. അത് വേറെ ആരില്ല. ഹീറോയിൻ്റെ മമ്മീൻ്റെ ഫ്രണ്ടാണ്. BTS മെമ്പർ മമ്മി സീനിയറാണ്. അതേമാതിരിയാണ് ഇതിവിടെ സംഭവം. ഇവർ രണ്ടുപേരും ഒരേ ക്ലാസ്മേറ്റ്. ഹീറോയിൻ്റെ ഡാഡിയും അവർ രണ്ടുപേരും ഒരേ ക്ലാസ്മേറ്റ് ഫ്രണ്ട്സാണ്. അതിൽ കുറച്ച് ഇങ്ങനെ ഹീറോയിൻ്റെ ഡാഡി ബിസിനസ് പറഞ്ഞ് വേറെ നാട്ടിലേക്ക് പോയിരുന്നു. അതിവിടെ വന്ന് പിന്നെ ഇവിടെ തുടങ്ങിയായിരുന്നു. ഹീറോയിൻ്റെ ഡാഡി പറഞ്ഞ വേറെ പ്ലേസിൽ ഭയങ്കര ബിസി ആയിരുന്നു. ഒരു രണ്ടുപേരും കണ്ടുമുട്ടാൻ പറ്റില്ലായിരുന്നു. ഫോൺ മാത്രം സംസാരിക്കും. ഇപ്പോൾ ഷോക്കായിരുന്നു. എന്താടാ നടന്ന കാര്യം പറഞ്ഞു. എടാ എൻ്റെ കുട്ടി ഫസ്റ്റ് മാരേജ് ആയത് BTS അതായത് സീനിയർ രണ്ടുപേരും ഫ്രണ്ട്സ് മാതിരിയാണ്. അതുമാതിരി ഫസ്റ്റ് മാരേജ് ആയത് BTSൻ്റെ ഡാഡിയാണ്. ലാസ്റ്റാണ് മാരേജ് അയച്ചത് നമ്മളെ ഹീറോയിൻ വെച്ചത്. ഇവർ പറയുന്നു എടാ എന്താ ചെയ്യാം ഇങ്ങനെ ഹീറോയോട് പറഞ്ഞവർ സംസാരിക്കായിരുന്നു അങ്ങനായിട്ട്. അത് ഹീറോയിൻ മമ്മി പറഞ്ഞ ഹീറോമാരുടെ മമ്മി ഹീറോയിൻ മമ്മീൻ്റെ സീനിയർ അക്ക എന്ന് പറയായിരുന്നു. ഒരു ഷോക്കായിരുന്നു. ഭയങ്കര ഹാപ്പിയായിരുന്നു. നടന്നു കയറി പറഞ്ഞു ശരിടാ അവർക്ക് വേറെ ചേച്ചിയാ ഞാൻ മുമ്പേ പറഞ്ഞത് ഓർമ്മ ഉണ്ടല്ലേ ഫ്ലാഷ് ബാക്ക് വെക്കാം. എനിക്ക് കുട്ടി ജനിച്ചാൽ എനിക്ക് ബോയ് കുട്ടി ജനിച്ചാൽ നിൻ്റെ ഗേൾ ബേബി നിൻ്റെ മോളെ എൻ്റെ മോനിക്ക് വേറെ ജയിക്കണം. ഇതാണ് ഒരു ഫ്ലാഷ് ബാക്ക് ഓർക്കുക. നടന്നല്ലോ.